നിങ്ങളുടെ ഭാവി വളരെയധികം ശുഭകരമാണ്. സദൃശവാക്യങ്ങൾ 13-ാം അധ്യായം 3-ാം വാക്യം ആംപ്ലിഫൈഡ് വിവർത്തനം ഇപ്രകാരം പറയുന്നു: തൻ്റെ വായെ കാക്കുന്നവൻ തൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് സൂക്ഷിക്കുന്നു. നിയന്ത്രണമില്ലാതെ തൻ്റെ വായെ വിസ്താരത്തിൽ തുറക്കുന്നവൻ തൻ്റെ അധരങ്ങൾ കൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നു. വീണ്ടും ജനിച്ച നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ ദൈവം സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു. അത് നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തെയോ ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തെയോ ആശ്രയിച്ചല്ല ആയിരിക്കുന്നത്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനം നിങ്ങൾക്ക് തന്നെ എടുക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 34-35 ഉള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. ഈ വാക്യത്തിൽ യേശു പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നതാണ് നിങ്ങളുടെ വായിൽ നിന്ന് വെളിയിൽ വരുന്നത് എന്ന്. ഇപ്രകാരം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആരാണ് ഒരു മനുഷ്യന്റെ ഉള്ളിൽ ദുഷ്ടകാര്യങ്ങൾ നിറച്ചു വെക്കുന്നത്? തീർച്ചയായും ആ മനുഷ്യൻ തന്നെയാണ്. പിന്നെ ആരാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ നല്ല കാര്യങ്ങൾ നിറച്ചു വെക്കുന്നത്? ആ വ്യക്തി മാത്രമാണ്. വചനത്തിൽ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കെ ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കാം: നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ നല്ലതും തീയതുമായ നിക്ഷേപങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ജീവിത പങ്കാളിക്കോ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ യാതൊരു സാഹചര്യത്തിനോ അതിന് കഴിയുകയില്ല. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിന് മുകളിൽ തീരുമാനവും സ്വാധീനവും ഉള്ളൂ. നിങ്ങളെ സഹായിക്കുവാനായി ദൈവത്തിന്റെ ഭാഗം ചെയ്തു. ദൈവം നിങ്ങളുടെ ഹൃദയം ഒരു നിക്ഷേപ സ്ഥലമാക്കി. നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ വചനത്താൽ നിറച്ച് നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ തന്നെ ഒരു ദൈവിക അക്കൗണ്ട് തുറന്നു. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ഇനിയും നിങ്ങളാണ് അത് പരിപോഷിപ്പിക്കുകയും വളർത്തുകയും നിക്ഷേപം നിറയ്ക്കുകയും വേണ്ടുന്നത്. വചനം നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിലും ഉറക്കെ വായിച്ചും ചെവിയിൽ കൂടെ കേട്ടും ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോൾ ഹൃദയത്തിലെ നിക്ഷേപം വർദ്ധിക്കുകയും ചെയ്യും. ഓരോ സമയവും നിങ്ങൾ ഈ നിക്ഷേപം നടത്തുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുകയും ജീവിതം പ്രകാശപൂർണമായി തീരുകയും ചെയ്യും. ഇങ്ങനെ നടത്താവുന്ന നിക്ഷേപത്തിന് അളവുകളോ പരിമിതികളോ ഇല്ല. ഏറ്റവും നല്ലത് കൂടുതൽ നിക്ഷേപം നടത്തുന്നതാണ്. കാരണം അത് ജീവിത സാഹചര്യങ്ങളിലേക്ക് ജീവനായി വ്യാപരിക്കും. സാത്താൻ അയക്കുന്ന പരീക്ഷകളും പരിശോധനകളും വെല്ലുവിളികളും മറികടക്കുവാനുള്ള വിശ്വാസം ഹൃദയത്തിലെ ഈ നിക്ഷേപത്തിനുണ്ട്. ഉദാഹരണത്തിന്, ജീവിത സമ്മർദ്ദങ്ങൾ ഏറുമ്പോൾ മുമ്പോട്ടെങ്ങനെ പോകണം എന്നറിയുന്നില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങൾ നിക്ഷേപിച്ച വചനം അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് വലിച്ചെടുക്കാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. നമുക്ക് വിശ്വാസത്തിന്റെ ഒരു ചുവട് വെക്കാമോ? നിങ്ങളെ വ്യാകുലപ്പെടുത്തുന്ന ചിന്തകൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ആ ചിന്തകളോട് ഇന്ന് തന്നെ സംസാരിക്കുവാൻ ഒരു തീരുമാനമെടുക്കുക. ചിന്തകളെ ചിന്തകൾ കൊണ്ട് നേരിടാതെ ചിന്തകളെ വാക്കുകൾ കൊണ്ട് ദൈവവചനം കൊണ്ട് നേരിടുവാനുള്ള ഒരു തീരുമാനമെടുക്കുക.
നിങ്ങളുടെ ഹൃദയത്തിൽ കൂടി കടന്നു പോകുന്ന ചിന്തകളല്ല സംസാരിക്കേണ്ടത്, മറിച്ച് ചിന്തകളെ മറികടക്കുവാനുള്ള ദൈവവചനമാണ് സംസാരിക്കേണ്ടത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന് വ്യാകുലപ്പെടാതെ സങ്കീർത്തനങ്ങൾ 5:12 പറഞ്ഞിരിക്കുന്നത് പോലെ, യഹോവേ നീ നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കുമെന്ന് ഏറ്റു പറയുക. എന്റെ സുരക്ഷിതത്വം നിന്റെ കൈകളിൽ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിശ്വാസത്തോടെ ഉറക്കെ പറയുക. ഇപ്രകാരം നിങ്ങൾ ചെയ്യുമെങ്കിൽ തീർച്ചയായും ഇന്ന് സാധ്യതകളുടെ മുകളിലോട്ട് നിങ്ങൾ കാൽവെപ്പ് നടത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങളെ അനുകൂലമാക്കി ഇന്ന് ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വാ കൊണ്ട് തിരിക്കാം.